നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരവെ കണ്ണൂരിനെ കുറിച്ച് വൈകാരിക കുറിപ്പുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. സത്യത്തിൽ കെ സുധാകരനെ കോൺഗ്രസ് ഒതുക്കിയതാണോ? തീർച്ചയായും ആണെന്ന് തന്നെയാണ് എന്റെ നിലപാട്. ആദ്യം തന്നെ സുധാകരൻ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് വായിക്കാം. കണ്ണൂർ എന്നത് എന്റെ ഹൃദയരക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എന്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും, കത്തിയിൽ നിന്നും, അരിവാളിൽ നിന്നും, ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ എന്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എന്റെ സഹപ്രവർത്തകരുടെ ചേതനയേറ്റ മുഖവുമാണ്. കണ്ണൂർ ഹൃദയരക്തം ഇറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിനു വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എന്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എന്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട, പ്രിയപ്പെട്ടവരുടെ ചങ്കുപിളർന്ന, കലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തലയുയർത്തി നിൽക്കും. എന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എന്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എന്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമെല്ലാമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും. പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ഈ പോസ്റ്റിലുടനീളം കെ സുധാകരന്റെ ഒരു നിരാശ പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പാർട്ടി ഒതുക്കുന്നതിന്റെ അമർഷം വാക്കുകളിൽ പരോക്ഷമായി പ്രകടവുമാണ്. കാരണം സുധാകരന് സീറ്റില്ലാതെ ഇനി കോൺഗ്രസിൽ നിൽക്കുക എന്നത് പ്രാവർത്തികമല്ലെന്ന് അദ്ദേഹത്തിനറിയാം. ഏതു മുഖേനയും ഇത്തവണ സീറ്റ് ഒപ്പിച്ച് മത്സരിക്കുക, ജയിക്കുക, നിയമസഭയിൽ എത്തുക എന്നത് മാത്രമാണ് കെ സുധാകരന്റെ ലക്ഷ്യം. കോൺഗ്രസിൽ സതീശൻ പക്ഷവും കെ സി പക്ഷവും സണ്ണി ജോസഫും തന്നെ ഒതുക്കുന്നു എന്നും സുധാകരൻ മനസ്സിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് DCC ഓഫീസിനു മുമ്പിലൊക്കെ പല പ്രവർത്തകരും സുധാകരൻ അനുകൂല പോസ്റ്ററുകൾ പതിപ്പിച്ചത്. ഇത്തവണയും സുധാകരൻ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പോസ്റ്ററുകൾ വാർത്തയായതിനു പിന്നാലെ സുധാകരൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോലും പോകില്ല എന്ന വാദവുമായി ചില കോൺഗ്രസുകാർ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അടിമുടി നാടകീയ സംഭവങ്ങൾ. അതിനു പിന്നാലെയാണ് സുധാകരൻ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഒരുപക്ഷെ സുധാകരൻ പറഞ്ഞിട്ടാവാം പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ അതിനിടയിൽ മറ്റു രീതിയിലുള്ള തന്ത്രങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടാവും. എന്തുമാവട്ടെ, സത്യത്തിൽ സുധാകരനെ അങ്ങനെ ഒതുക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നേ ഞാൻ പറയൂ. കാരണം കേരള സർക്കാരിന്റെ ക്യാബിനറ്റ് മന്ത്രിയായും ലോകസഭാ അംഗമായും നിരവധി തവണ MLA ആയി പ്രവർത്തിക്കുകയും 2021 KPCC പ്രസിഡന്റായ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് പറ്റുന്ന കാലഘട്ടത്തിൽ എല്ലാം തന്നെ കോൺഗ്രസിനെ ചേർത്ത് നിർത്തിയിട്ടുമുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹത്തെ പാർട്ടി തഴയുകയും മാറ്റി നിർത്തുകയും ചെയ്തു. എന്നാൽ പൂർവാധികം ശക്തിയോടെ അദ്ദേഹം തിരിച്ചു വന്നിട്ടുമുണ്ട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം KPCCയുടെ അധ്യക്ഷനായി മാറിയ കാഴ്ചകളും ആ സ്ഥാനം പോകാനിടയാക്കിയ സാഹചര്യവുമെല്ലാം നമ്മൾക്കറിയാം. VD സതീശൻ, സുധാകരൻ ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന പല പടലപ്പിണക്കങ്ങളും പരസ്യമായി പ്രകടമായി തന്നെ നമ്മൾ കണ്ടതാണ്. സതീശനെ പോലത്തെ ഒരു പ്രതിപക്ഷ നേതാവിന് ഒരിക്കലും മറ്റുള്ള ആളുകളെ അഡ്മിറ്റ് ചെയ്യാനുള്ള മനോഭാവമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ 24 മണിക്കൂറും പ്രകടമായിരുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ ജയിച്ചപ്പോൾ ക്രെഡിറ്റ് തട്ടാൻ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് സതീശനും നടത്തിയ മൈക്കിന് വേണ്ടിയുള്ള അടി അവസാനം തെറിയിലാണ് കലാശിച്ചത്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. നിലവിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ മറ്റൊരു സുധാകരനായി മാറുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഒരുപക്ഷെ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ മത്സരിക്കാനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാനാവില്ല. സുധാകരൻ അങ്ങനെ മത്സരിച്ചാൽ കോൺഗ്രസിനെ അത് വലിയ രീതിയിൽ ക്ഷീണമാകും. കോൺഗ്രസിന്റെ ഒരു വലിയ വോട്ട് അത് സുധാകരന് കൗണ്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം വന്നാൽ ഒരുപക്ഷെ അത് സുധാകരനും കോൺഗ്രസിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കും ദോഷം ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. 2026 നിയമസഭയിലെ രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ
എങ്ങനെ LDFനെ നേരിടാം എന്നല്ല കോൺഗ്രസ് ഇപ്പോഴും ചിന്തിക്കുന്നത്, അകത്തുള്ള ആളിനെ എങ്ങനെ നേരിടാം എന്നതാണ്. ഇപ്പോഴും ഗ്രൂപ്പ് തർക്കങ്ങളും അടിയും പിടിയുമായി കോൺഗ്രസ് തുടർന്നു പോകുമ്പോൾ ഇനി കേവലം 1 മാസം മാത്രമേ ഇലക്ഷൻ ഉള്ളൂ, അത് മറന്നു പോകരുത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു.